ആറ്റുകാട് വാട്ടർഫാൾസിൻ്റെ അടിയത്തുള്ള ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ ഇവിടെ മറയൂർ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ മൂന്നാർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇടദിവസമായതുകൊണ്ട് തന്നെ മൂന്നാറിൽ വൻതോതിലുള്ള തിരക്കാണ്. അതുമാത്രമല്ല, ഊട്ടി, കൊടൈക്കനാൽ പോലുള്ള ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ ഗവൺമെൻറ് ഇ പാസ് നിർബന്ധമാക്കിയതുകൊണ്ടും മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ മൂന്നാറിന് മുമ്പ് ഏകദേശം 2 കിലോമീറ്റർ മുമ്പ് തുടങ്ങി ഈ ഒരു ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ബൈക്കിനായതുകൊണ്ട് കയറി വന്നതാണ്. നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് വരുന്ന വഴി ഒരു ചായക്കടയിലേക്ക് കയറി ചായ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസിൽ, വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലിരുന്ന് മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസിലിരുന്നിട്ടുള്ള ചായ കുടിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ മൂന്നാർ വരികയാണെങ്കിൽ ഈ ഒരു ചായക്കട അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അപ്പോൾ ഈ തിരക്കിൽ നിന്ന് ഞങ്ങൾ മറയൂർ റൂട്ടിലേക്ക് കയറിയേക്കാണ്. ഞങ്ങളുടെ അധികം തിരക്കില്ലെന്ന് തോന്നുന്നു, വാഹനങ്ങളൊന്നും കാണില്ല. മൂന്നാർ ഭാഗത്താണ് നീണ്ട ഒരു ക്യൂ കാണുന്നത്. അപ്പോൾ എന്നാലും ഇനി ഭക്ഷണം കഴിക്കണം. ഇവിടെ നിന്നൊരു ഭക്ഷണം കഴിച്ചിട്ട് വേണം മുൻപോട്ട് പോകാൻ. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ എങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കാം. ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പോഴും കടകളൊക്കെ തുറന്നു വരണുള്ളൂ. ഈ ഹോട്ടലുകൾ അങ്ങനെ അധികം ഇല്ലല്ലേ? എന്താ അന്ന് ആളുകൾ ഭക്ഷണം കഴിക്കില്ലേ? ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, ഹോട്ടൽ അൽ ബുഖാരി. എന്നാലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. അവിടെ ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്തായാലും മുടിഞ്ഞ തിരക്കായിരിക്കും മിക്കാറും ഈ ഇവിടെ നിന്ന് ഹോട്ടലും. ഇത് ഞങ്ങളുടെ പോണ്ടല്ലേ? നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ മറയൂർ കാന്തല്ലൂർ റൂട്ടിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ അധികം തിരക്കുകളൊന്നും ഇവിടെ ഇല്ലയെന്നാണ് തോന്നുന്നത്. മുമ്പോട്ട് പോയി നോക്കാം. ഇനിയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അല്പം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാർമേഘം മൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് കളറിൻ്റെ ഒരു കുറവൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം എത്രത്തോളം മനോഹരമായിരിക്കും കാഴ്ചകൾ. അതിനുവേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെ. ഇവിടുന്ന് ചിന്നാർ വൈൽഡ് ലൈഫിലേക്ക് 53, മറയൂർ 36, ഇരവികുളം 6 കിലോമീറ്റർ. ചെറിയൊരു അരികയിൽ കാണുന്നുണ്ട്. എന്നാലിപ്പോൾ ഒരു കാടിൻ്റെ ഭാഗത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ തേയിലത്തോട്ട് അതുപോലെ തന്നെ പൂവാക്കേക്കുള്ള സ്ഥലത്തേക്ക് എത്തും. അത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഈ മറയൂർ ഭാഗത്തേക്ക് പോകുന്നത് തന്നെ. ഈ മൂന്നാർ വരുന്ന ആളുകൾ മൂന്നാർ വന്ന് പോകാതെ ഈ റൂട്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ച ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു 30-40 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു മൂന്നാറിൽ നിന്ന് മറയൂർക്ക് വരെ. അവിടുത്തെ പിന്നെ
കാന്തല്ലൂർ കൂടി പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ മൂന്നാർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു സ്ഥലം കൂടി ഓർമ്മയിലേക്ക് വെച്ചേക്കുക. നമ്മളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു തിരക്കും അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ട്രാഫിക്കും വരുന്നത്. അപ്പോൾ കുറച്ചൊരു വളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് നമ്മൾ എത്തും. കാണുന്നതാണ് കേട്ടോ അവിടേക്ക് കിടക്കുന്ന ഒരു വിഭാഗം. നേരത്തെ പറഞ്ഞ പോലെ ആ മലയൊക്കെ നിറയെ കോട വന്ന് മൂടിയേക്കാണ്. ചെറിയൊരു മഴക്കാരുണ്ട്. നല്ല ബ്ലോക്കാണ് ഇവിടെ, വണ്ടികളൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുക. ആ കാണുന്നതാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ കിടക്കുന്നതിൻ്റെ കവാടം. ഈ കാണുന്നുണ്ടോ നമ്മൾ നല്ല ബ്ലോക്കാണ്, സ്റ്റക്കായേക്കാണ്. നമ്മൾ ഇതുവഴി വരെ ഒന്ന് കയറി പോവാണ്. ഇനി അടുത്തൊരു വ്യൂ എന്ന് പറയുന്നത് ലക്കം വാട്ടർഫാൾസാണ്. അവിടെ സാഹചര്യം അനുസരിച്ച് കയറാം, എന്തെങ്കിലും കയറില്ല. നല്ല ബ്ലോക്ക് ഉള്ളതുകൊണ്ട് നേരിട്ട് മറയൂർക്ക് പോയി നമ്മൾ സ്റ്റേ എടുത്തിടുന്നിടത്ത് ചെല്ലാനായിരിക്കും നോക്കുക. അതൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള കടകൾ, ഭക്ഷണം കഴിക്കാനുള്ള കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അവിടുന്ന് ആ ഒരു ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കാന്തല്ലൂർക്ക് മറയൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആനമുടിയൊക്കെ ഫുൾ കോട വന്ന് മൂടിയേക്കാണ്. അപ്പോൾ ആ ഒരു യാത്ര മുമ്പോട്ട് പോകുന്നു. ഇവിടെ ചക്രാന്തപ്പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഒരു തടിവണ്ടി വരുന്നുണ്ട്. എന്തായാലും വലിയ തണുപ്പില്ല, എന്നാലും തണുപ്പുണ്ട്. ഇതാന്ന് 4 ലക്ഷം ഉണ്ടല്ലോ. ഇനിയുള്ള നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിൽ തന്നെത്താനെ പാട്ടുകൾ പാടും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിലും അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വരുമ്പോൾ ഇതുപോലെ പാട്ട് പാടാതിരിക്കുന്നത് എങ്ങനെ? എന്നിലെ ചുടുതാളമായി ഒരു യാത്രയായി പദയാത്രയ കഥകാലമേ കുളിരോർമയ ഒരു യാത്രയ പദയാത്രയ പറയാൻ മറന്ന വാക്കുമായി മനതാരിലാരിത നിറദീപമേ കിനാവു പോലൻ കണ്ണിലേകുവാ നിഴൽ പോലെ അഴലാലേ വെയിൽ നീലേ
പാട്ടെല്ലാം പാടി ആ ഒരു ഭംഗി നിറന്നുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ചെറിയ തോതിലുള്ള മഴകളൊക്കെ വരുന്നുണ്ട്. ഈ മഴ വന്നാലാണ് കോട വരും എന്നുള്ളത് കൊണ്ട് ഈ മഴ പെയ്യുന്നത് വളരെ സന്തോഷത്തോടെ തന്നെയാണ് നനയുന്നത്. ക്യാമറയിലൊക്കെ വെള്ളമാവുന്നുണ്ടെങ്കിലും ഇത്ര മനോഹരമായ കാഴ്ചയാണ് ഈ ഒരു കാഴ്ച എന്ന് കാണുന്നത്. മാറ് അയ്യോ മാറ്. ഇല്ല ആ ആ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു റൈഡും നമുക്ക് കിട്ടുമ്പോൾ ഏതൊരു പാട്ട് പാടാൻ കഴിയാത്തവനും അവൻ്റെ മനസ്സിൽ മൂളിപ്പോകുന്നൊരു പാട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് റൈഡേഴ്സിൻ്റെ നാഷണൽ ആന്തം എന്നൊക്കെ പറയുന്നത്. എന്നിലെ ചുടുതാളമായി ഒരു യാത്രയായി പദയാത്രയ കഥകാലമേ കുളിരോർമയ ഒരു യാത്രയ പദയാത്രയ പറയാൻ മറന്ന വാക്കുമായി മനതാരിലാരിത നിറദീപമേ കിനാവു പോലൻ കണ്ണിലേകുവാ നിഴൽ പോലെ അഴലാലേ വെയിൽ നീലേ പദയാത്ര. ഒരു വില്ലേജ്, കുറച്ച് ആളുകളൊക്കെ അവിടെ താമസിക്കേണ്ട താഴെ അമ്പലമൊക്കെ കാണാം. നമ്മൾ വണ്ടി അടയ്ക്കുന്ന നിർത്താൻ വണ്ടി ഇത്ര നേരം ഓടിച്ച് ക്ഷീണിച്ച് വന്ന് തന്നെ നിർത്തിയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു കട ഉണ്ട്, അവിടെ കയറി ചായ ഇവിടെ പറഞ്ഞ് കുടിക്കാം. എടാ നിനക്ക് ചായ അല്ലേ? ഒരു 4 ചായ, ഒരു വിത്തൗട്ട് അല്ലേ? കടഞ്ഞ എന്താ വേണ്ടേ? ഒരു കട്ടൻ ചായ, 3 പാൽ ചായ, അതിൽ പറഞ്ഞ വിത്തൗട്ട്. അപ്പോൾ നമ്മൾ ചായ വാങ്ങിച്ച് ചായ കുടിക്കാൻ പോവാം. ലക്കം വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിരിക്കുകയാണ്. അതിന് ചെറിയൊരു ബ്ലോക്ക് ഇവിടെ. വെള്ളം കുറവാണ്. കുറച്ച് വെള്ളമുള്ളൂ, അതുകൊണ്ട് ഇവിടെ ഇറങ്ങുന്നില്ല. ലക്കം കയറില്ല. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം ഇവിടെ കയറാൻ. അപ്പോൾ എന്തായാലും ഇവിടെ കയറില്ലേ, വെള്ളം കുറവാണ്, അതുകൊണ്ട് നേരെ പോവാണ്. ലക്കം വാട്ടർഫോൾസിൻ്റെ ബോർഡൊക്കെ ഇവിടെ ഒന്ന് കാണാം.
ഈ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഈ സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തതുകൊണ്ടൊക്കെ ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിൻ്റെ ഒരു രസം കളയുന്നൊരു കാര്യം കൂടിയാണ്. നല്ല രീതിയിൽ ബ്ലോക്കാണ്. നമുക്ക് ഈ ബ്ലോക്ക് ആയതുകൊണ്ട് അധികം എടുക്കണില്ല, നിർത്താം. നമ്മൾ നേരത്തെ അകലേന്ന് വന്നപ്പോൾ അത് കണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയുണ്ടോ കാണുമ്പോൾ പൂവാകാണ്ടോ, അതൊരു പച്ചപ്പിൻ്റെ ഇടയിൽ ആ ചുവപ്പ് കാണുമ്പോൾ വളരെ ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു KSRTCയുടെ മറ്റേ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അസല് രക്ഷയില്ല. ഉണ്ടോ ഈ വഴിയിലും ഉണ്ടായിരിക്കുന്നുണ്ടോ? എല്ലാടി വ്യൂ ആണ്. നമുക്ക് അവിടെ നോക്കി കാണാം. ഒന്ന് നോക്കിയാലോ? ഇതവിടെ നല്ല രസമുണ്ട്. അതെ താഴ്ത്തിക്ക് നോക്കിയേ. അവിടെ എടുത്തേ. അല്ല അവിടെ സ്ഥലമുണ്ട്. കില്ലാടി ഇതാണെങ്കിലേ നമുക്ക് അതിനടുത്ത് വരുന്ന പോയേക്കാം. ഇതാണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ വരെ പോവാം. ഇവിടെ താഴെ നിന്ന് ആളുകൾ തേയില ഉള്ളുണ്ട്. ഇത് കണ്ടോ ഇടുന്നല്ലേ. നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിൽ വന്നു നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് ആളുകൾ തേയില നുള്ളുന്നുണ്ട്. ആധുനികമായ രീതിയിലാണ് തേയില എടുക്കുന്നത്. അപ്പോൾ ആ കാഴ്ചയും അതുപോലെ തന്നെ ആ ഒരു പൂവാകെ പൂത്തു നിൽക്കുന്ന കാഴ്ചയും നിങ്ങളൊന്ന് കാണുക. മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ തേയില, കോട പോലുള്ള സ്ഥിരം കാഴ്ചകളാണ് മനസ്സിൽ. എന്നാൽ ഏപ്രിൽ മെയ് സീസണുകളിൽ വന്നാൽ ഇത്തരത്തിലുള്ള വാഗകൾ പൂത്തു നൽകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ, പച്ചവിരിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ, അതുപോലെ അവിടെയും ഇവിടെയുമായിട്ട് ചുവന്ന കളറുള്ള പൂവാകുകൾ. ആ കാഴ്ചകൾ വളരെ മനോഹരമാണ്. പൂത്തു നിൽക്കുന്ന ആ മനോഹര കാഴ്ച കണ്ടതിനു ശേഷം നേരെ പോയത് മറയൂർ കാന്തല്ലൂർ റൂട്ടിലേക്കാണ്. നിറയെ വന്യമൃഗങ്ങളും ചന്ദനക്കാടുകളും തണുപ്പിൻ്റെ കോട നിവർന്നുള്ള ആ കാഴ്ച കാണുവാൻ മറ്റൊരു എപ്പിസോഡിലേക്കായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.